ഇപ്പോൾ ചവറ പരിമണത്ത് 3 കണ്ടെയ്നറുകളാണ് കണ്ടെത്താൻ സാധിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒരെണ്ണം കാലിയാണ്, ബാക്കി 2 എണ്ണം കടലിൽ ഒഴുക്കി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. അതിലെ ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ ചെറിയരീക്കിൽ കണ്ടെത്തിയതുപോലെ തന്നെ അവിടെയും ഒരു കണ്ടെയ്നർ കാലിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി 2 കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരവസ്ഥ എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. അത് കോസ്റ്റൽ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ആ കണ്ടെയ്നറുകളുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച്. ചവറ പരിമണത്ത് അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറും കാലിയാണ് എന്ന് തന്നെ വ്യക്തമായിരിക്കുന്നു. ബാക്കിയുള്ളത് 2 കണ്ടെയ്നറുകളാണ്, അത് കടലിൽ ഒഴുകി നടക്കുന്നു. അത് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന അതും കാലിയാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. കാരണം ഇതിൽ കാര്യമായ ഉള്ള വെയിറ്റ് ഉള്ളതാണെങ്കിൽ അതിന്റെ ഒഴുക്കിന് ഒരു വേഗത കുറയും. പക്ഷേ അതും വലിയ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വരുമ്പോൾ അതും കാലിയായേക്കാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലുള്ളത്. എന്തായാലും അത് പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും വ്യക്തമാവുക. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് ചവറ പരിമണത്ത് എത്തിയിരിക്കുന്നതിൽ ഒരു കണ്ടെയ്നർ കാലിയാണ് എന്ന് തന്നെ മനസ്സിലാകുന്നു. അവിടെയും ആശങ്കയ്ക്ക് ഒരു വഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റീജിത്ത്, സുഹിത്ത്, കരയ്ക്ക് തൊട്ടടുത്തായി തന്നെ 2 കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നു, അങ്ങനെയാണോ സുഹിത്ത്? അതെ 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 റിജിത്ത്, കടലിൽ തന്നെ കരയോട് ചേർന്ന് തന്നെയാണ് ഇത് ഒഴുകി നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അത് ഇപ്പോൾ തിരമാല ശക്തമാണെങ്കിൽ അത് കരയ്ക്കെത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇവിടെ കാണുന്ന സമാനമായ രീതിയിൽ തന്നെയാണ് ചവറ പരിമണത്ത് ഫൗണ്ടേഷൻ ആശുപത്രിക്ക് സമീപത്തായിട്ടാണ് ഈ കണ്ടെയ്നർ കാണപ്പെട്ടതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ബാക്കി 2 കണ്ടെയ്നറുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ചവറ പരിമണത്ത് കാണപ്പെട്ടിരിക്കുന്നത്. അതിലെ ഒരെണ്ണമാണ് പൂർണ്ണമായും കാലിയാണ് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നത്. ബാക്കി 2 കണ്ടെയ്നറുകളാണ് ഉള്ളത്. അത് കടലിനോട് ചേർന്ന് കടലിൽ തന്നെ കരയോട് ചേർന്നുള്ള ഭാഗത്താണ് അത് ഒഴുകി നടക്കുന്നതെന്നാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളത്. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുജിത് പറഞ്ഞതനുസരിച്ച് കൂടുതൽ കണ്ടെയ്നറുകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. 3 കണ്ടെയ്നറുകൾ കൂടി ഈ പരിമളം തീരത്ത്, അത് ഒരു കണ്ടെയ്നർ ശൂന്യമാണ്, അത് തീരത്ത് അടിഞ്ഞിരിക്കുന്നു. മറ്റു 2 കണ്ടെയ്നറുകൾ കൂടി അവിടെ ഒഴുകി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പൊതുജനങ്ങൾ പാലിക്കേണ്ടത്, ഒപ്പം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അത്തരം ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 200 മീറ്റർ അകലേക്ക് മാറി നിൽക്കണം. ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ വിളിച്ച് അറിയിക്കണം അധികൃതരെ. അത് തൊടാൻ പോകരുത്. ഈ രാസവസ്തുക്കളാണ്, അപകടകരമായ വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ 13 കണ്ടെയ്നേഴ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ കപ്പലിന് യന്ത്ര തകരാർ ഉണ്ടായിരുന്നു എന്ന വാർത്ത 24 ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിൽ എന്ത് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, പറയൂ. സ്മിത, എന്തായാലും കണ്ടെയ്നറുകളെല്ലാം കേരള തീരത്ത് അടിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ യാതൊരു തരത്തിലുള്ള അപകട ഭീഷണിയും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപകട ഭീഷണി ഒഴിഞ്ഞിട്ടില്ല. കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ ഒരു തരത്തിലും ജനങ്ങൾ ആ പരിസരത്തേക്ക് അടുക്കാൻ പാടില്ല, കണ്ടെയ്നറുകളെ തൊടുവാനൊന്നും പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ് റിലീസ്, കസ്റ്റംസ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. ഈ പ്രസ് റിലീസിൽ ഏതാണ്ട് 643 കണ്ടെയ്നറുകളായി ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 13 എണ്ണത്തിൽ ഹസാഡസ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടായിരുന്നു. അതായത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള വസ്തുക്കൾ 13 കണ്ടെയ്നേഴ്സിൽ ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വന്നിരുന്നു. അതോടൊപ്പം ബാക്കി 73 എണ്ണം കാലിയായിരുന്നു എന്നും ഒരു പ്രസ് റിലീസിൽ പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രസ് റിലീസ് വരുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹസാഡസ് വേസ്റ്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. അത് കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഈ ഒരു ഹസാഡസ് വേസ്റ്റിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് വാട്ടറുമായിട്ട്, ജലവുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസുകൾ പുറപ്പെടുവിക്കുന്ന, അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള നാളങ്ങൾ ഉൾപ്പെടുന്ന ഗ്യാസുകൾ പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള ഒരു കെമിക്കലാണിത്. അപ്പോൾ അങ്ങേയറ്റം അപകടകരമാണിത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും മറ്റൊരു വിവരം ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലായത്, ഈ കപ്പലിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതായത് ബലാസ്റ്റ്, അതായത് കപ്പലിന്റെ ഡോക്കിന്റെ താഴെ ജലമോ അല്ലെങ്കിൽ മറ്റ് കനം കൂടിയ കല്ലുകളോ വെച്ച് കപ്പലിന്റെ നിലയെ തന്നെ, അതിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന ബലാസ്റ്റ് എന്ന ഭാഗത്ത് തകരാറുകൾ ഉണ്ടായത്
അല്ലെങ്കിൽ ഉണ്ടായിരുന്നതായി ഈ കപ്പലിലെ തന്നെ തൊഴിലാളികൾ പലരും മൊഴി നൽകിയിട്ടുള്ളതായ വിവരങ്ങളുണ്ട്. ഏതായാലും ഈ മൊഴിയെ തുടർന്ന് വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ ഈ ഒരു വിഷയത്തിൽ പരിശോധന നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്നതുമാണ്. ഏതായാലും കേരള തീരത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സൾഫർ, ഈ ഒരു കപ്പലിന്റെ ഭാഗമായിട്ട് സൾഫർ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൾഫർ കലർന്ന ഓയിലുമായിട്ട് കണ്ടെയ്നേഴ്സ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നൊരു ഭയം പലപ്പോഴും പരക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആശങ്ക പരക്കുന്നുണ്ടായിരുന്നു. ഇതിന് കസ്റ്റംസിന്റെ പ്രസ് റിലീസിൽ അങ്ങനെ ഒരു സൾഫർ കലർന്ന കണ്ടെയ്നേഴ്സിനെ കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഇല്ല എന്നതാണ് ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അപകട ഭീഷണി ഒഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ ഏതായാലും ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമായ ഘട്ടം തന്നെയാണ് എന്നാണ് അധികാരികൾ അറിയിക്കുന്നത്. സ്മിത. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമൽ പറഞ്ഞതനുസരിച്ച് ഈ കപ്പലിന് യന്ത്രത്തകരാറുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണം ഇനിയിപ്പോൾ ഇന്ന് അത് രാവിലെ മുതൽ ആ രീതിയിലുള്ള അന്വേഷണവും നടക്കും. ഒപ്പം പൂർണ്ണമായും കപ്പൽ കടലിൽ മുങ്ങിയെന്നുള്ള വിവരം ഇന്നലെ വന്നതാണ്. അതിനുശേഷമാണ് ഈ കണ്ടെയ്നറുകളിൽ 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള അപകടകരമായ വസ്തുക്കളുണ്ട്. അത് തൊടുന്നത് പോലും വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മുഴുവൻ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. മീൻ പിടിക്കാൻ കടലിൽ പോകരുത്, 20 നോട്ടിക്കൽ മൈൽ വരെ മീൻപിടുത്തത്തിന് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം തീരങ്ങളിലാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊല്ലം തീരത്താണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ ഒന്നൊന്നായി വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്.